കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തോടനുബന്ധിച്ച് കൂടി വരുവാൻ കർത്താവ് എന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ദൈവം അവസരം തന്നല്ലോ, അതോർത്ത് കർത്താവിനെ സ്തുതിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്താൽ അല്ലെ കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് ചില പ്രത്യേക സംഗതികൾ, ഒരു 7 തത്വങ്ങൾ, 7 വാദങ്ങൾ അല്ലെ 7 സംഗതികൾ ചൂണ്ടിക്കാണിച്ച് ഈ ഏറ്റവും ഉന്നതമായ ഈ കാര്യം താൻ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതിൽ ആദ്യത്തെ 5 എണ്ണം ഒരു ചെറിയ നിലയിൽ ഒന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്കിടയായി തോന്നുന്നു. ഏതൊക്കെയായിരുന്നു ആ 5 എണ്ണം? ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു വിശ്വാസത്താലുള്ള നീതീകരണത്തെ സ്ഥാപിക്കുവാൻ, അല്ലെങ്കിൽ അതാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരുവാൻ അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന വാദമുഖങ്ങൾ? അത് ഉള്ളതാണ്. ഒന്നാമത്തെ ഏതായിരുന്നു? ഗലാത്യരുടെ സ്വന്തം അനുഭവം. സാർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് നമുക്ക് ആ ഓർഡറിലൊന്ന് പറഞ്ഞത്. 2, അബ്രഹാമിന്റെ ഉദാഹരണം അല്ലെങ്കിൽ അബ്രഹാമിന്റെ നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. 3, ഇപ്പൊ പറഞ്ഞല്ലോ ന്യായപ്രമാണത്തിന്റെ എഫക്റ്റ്, അതിന്റെ അതെ, ന്യായപ്രമാണത്തിന്റെ എഫക്റ്റ് എന്നാണ്, അതിന്റെ ഫലം എന്താണ്. ദെൻ അടുത്തത് എന്തായിരുന്നു? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവൃത്തി, 4-മത്തേത്. 5-മതായിട്ട് വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയുടെ മാറ്റമില്ലായ്മ. എല്ലാ കാലത്തും അതായിരുന്നു ദൈവം വച്ചിരുന്നത് എന്നുള്ളതും അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 5 കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ ഓരോന്നിൻ്റെ അവസാനം ഇങ്ങനെ അടിവരയിട്ട് പറയുകയാണ്, വിശ്വാസത്താൽ കൃപയാൽ വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് അത് സാധിക്കത്തില്ല എന്ന് ഓരോ തവണയും. അതായത് ഗലാത്യരുടെ അനുഭവം പറഞ്ഞിട്ട് നമ്മൾ കണ്ടു, ചില ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ എന്താണ് അതെ, അല്ലെങ്കിൽ കൃപയാൽ മാത്രം എന്നുള്ള ഉത്തരവാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്താൽ മാത്രം എന്നുള്ള ഉത്തരവാണ് കിട്ടുന്നത്. അബ്രഹാമിന്റെ സ്വന്തം അനുഭവം പറയുമ്പോൾ അത് തന്നെയാണ്. അബ്രഹാമിനെ ദൈവം നീതീകരിച്ചത് ന്യായപ്രമാണം നൽകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് ആ വാഗ്ദത്തം പിന്നെ നൽകുന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയാണ് വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ എഫക്റ്റ് ഓഫ് ദി ലോ, ഈ ന്യായപ്രമാണത്തിന്റെ പിന്നെ എന്താ പറയുക, അതിൻ്റെ സ്വാധീനം ഒരിക്കലും നീതീകരണം അല്ല. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ന്യായപ്രമാണം നീതീകരിക്കുകയാണോ ചെയ്യുന്നത്? പിന്നെ എന്താ ചെയ്യുന്നത്? ശാപത്തിന് കീഴാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ന്യായപ്രമാണം ഒരു കേഴ്സ് കൊണ്ടുവരുവാണ്, ഒരു ശാപം കൊണ്ടുവരുവാണ് ചെയ്തത്. അതായിരുന്നു അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ദ എഫക്റ്റ് ഓഫ് ദി ലോ ഈസ് എ കേഴ്സ്, ഒരു ശാപമായിരുന്നു. ഇനി കർത്താവ് എന്താ ചെയ്തത്? കർത്താവിന്റെ ക്രൂശിലെ പ്രവൃത്തി എന്തായിരുന്നു? ആ ശാപത്തിന് കീഴിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളൊരു ഒരു പ്രത്യേക പദപ്രയോഗം പഠിക്കുവാനിടയായിരുന്നു, എക്സിഗരാസൻ. അതായത് ഒരു അടിമച്ചന്തയിൽ നിന്ന് ഒരടിമയെ ഒരാൾ വില കൊടുത്ത് വാങ്ങിയാൽ ഉണ്ടാകുന്ന അവസ്ഥ. പിന്നെ ആ അടിമ ആരുടെ സ്വന്തമാണ്? പുതിയ യജമാനന്റെ. എല്ലാ നിലയിലുള്ള സ്വാതന്ത്ര്യം ആ അടിമയുടെ മേലുള്ള ആ തരത്തിലുള്ള ഒരു വാങ്ങൽ, അതായിരുന്നു കർത്താവ് ചെയ്തത്. അത് എങ്ങനെ ചെയ്തത്? താൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ നീക്കുവാനല്ല, മറിച്ച് അതിനെ നിവർത്തിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു ചെയ്തത്. അത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിലൂടെ കർത്താവ് എന്താ ആയിത്തീർന്നത്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അങ്ങനെ താൻ ആ നിലയിൽ ആയിത്തീർന്നത് കൊണ്ട് നമ്മളുടെ മേൽ വരേണ്ട ശാപം അത് കർത്താവിൻ്റെ മേൽ ആകുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫർ ഓഫ് കേഴ്സ് എന്നൊരു കാര്യം കാണാനിടയായി തീർന്നു. ശാപം ട്രാൻസ്ഫർ ചെയ്തു. നമുക്ക് വരേണ്ടിയിരുന്നതായിരുന്നു, അത് കർത്താവിലേക്ക് ആകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നമുക്ക് ശാപത്തിൽ നിന്നുള്ള മോചനമുണ്ടായി. മാത്രമല്ല നമ്മൾ പിന്നെന്താ ചെയ്തേ? കർത്താവ് ക്രൂശിക്കപ്പെട്ടതിലൂടെ ദൈവത്തിന്റെ ശാപത്തിന് കീഴിലായി തീർന്നു എന്ന് തെളിയിക്കപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വാഗ്ദത്ത പ്രകാരമുള്ള അവകാശം ലഭിച്ചു. പിന്നെ ആത്മാവിനെ എന്ന വാഗ്ദത്തം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് പൗലോസ് 5-മതായിട്ട് പറയാണ്,
വിശ്വാസം എന്ന ആ ദൈവ വ്യവസ്ഥ അത് ഒരു കാലത്തും ദൈവം മാറ്റിയിട്ടില്ല. അതെത്ര വലിയ അത്ഭുതകരമായ കാര്യമാണ്. ഇതിനെ പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെ ഇതിനെ പറയുവാനായിട്ട് പൗലോസ് വീണ്ടും എബ്രഹാമിന്റെ കാര്യത്തിലേക്ക് പോവുകയാണ്. അബ്രഹാമിനും സന്തതിക്കും വാഗ്ദത്തം നൽകി. ആ സന്തതി ആരാന്ന് പറഞ്ഞത്? യേശു ക്രിസ്തു. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തു എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ആ ക്രിസ്തു എന്നിലൂടെ നിറവേറാനുള്ള വാഗ്ദത്തം അബ്രഹാമിന് നൽകി. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ റെഫറൻസ് എടുത്ത് വായിച്ചാണ്. ഈ വാഗ്ദത്തം ഒന്നുകൂടെ യാക്കോബിന് എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ വാക്യം വായിച്ചല്ലായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. നാൽപ്പത്താറിന്റെ 1 തൊട്ട് 4 വരെ. ഉൽപ്പത്തി. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബേർശേബയിലെത്തി. തന്റെ പിതാവായ യിസ്ഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, എന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് കൂടെ മിസ്രയീമിലേക്ക് പോയി, ഞാൻ നിന്നെ മടക്കി വരും. മതി. ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും, പിന്നെ എന്ത് ചെയ്യും? നിന്നെ മടക്കി വരും. ഇതിന്റെ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 430 വർഷം കഴിഞ്ഞിട്ടാണ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിന്റെ കണക്ക് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കാലം മുതൽ, അതായത് ഈ സംസാരം, ദൈവം യാക്കോബ് പ്രത്യക്ഷപ്പെട്ട ഈ വാഗ്ദത്തം ഒന്നുകൂടെ ഉറപ്പിക്കുന്നത് മുതൽ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു പോരുന്നത് വരെയുള്ള ആ കറക്റ്റ് ഡേറ്റിന് 430 സംവത്സരം പൂർത്തിയാകുമെന്നൊരു വാക്കുണ്ട്. വായിച്ചിട്ടുണ്ടോ അത്? 4-ാം തലമുറയേക്കാള് പുറപ്പാട് ദിവസം 12-40 ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 12-40. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കഴിഞ്ഞ പരദേശവാസം 430 സംവത്സരമായിരുന്നു. അടുത്ത വാചകം. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ 430 സംവത്സരം കഴിഞ്ഞിട്ട് കഴിയുന്ന ആ ദിവസം തന്നെ മതി. ഓക്കെ. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 400 വർഷം പ്രവാസകാലം അല്ലെ മിസ്രയീമിലെ പ്രവാസം എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു തെറ്റല്ല. പിന്നെ എന്താണ്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് റൗണ്ട് ചെയ്ത് പറഞ്ഞേക്കുന്നുള്ളൂ. കറക്റ്റായിട്ട് എത്ര ഉണ്ട്? 430 വർഷം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കറക്റ്റ് കൃത്യമാ കാലക്കണക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ. അന്ന് തന്നെ പുറപ്പെടും. മറ്റേത് 400 എന്ന് പറയുന്നത് 450 കഴിഞ്ഞാൽ നമ്മൾ 500 എന്ന് പറയും. ഏതാ അടുത്ത ഫിഗറിലേക്ക്? 450 താഴെ ആയതുകൊണ്ട് 400 എന്ന് വെച്ചിട്ട് റൗണ്ട് ചെയ്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഈ യൂദായിസക്കാർ അല്ലെങ്കിൽ ഈ ജുഡൈസേഴ്സ് അവർ പഠിപ്പിക്കുന്നത് എന്താണ്? അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, കുഴപ്പമില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? ആ വാഗ്ദത്തത്തോടൊപ്പം തന്നെ എന്തും കൂടെ നൽകി? ന്യായപ്രമാണം നൽകി. അതുകൊണ്ട് ഈ ന്യായപ്രമാണം നമ്മൾ ശരിക്കും എന്ത് ചെയ്യേണ്ടതാണ്? ആചരിക്കേണ്ടതാണ്. മാത്രമല്ല അവർ വേറൊരു സിദ്ധാന്തം അതിനിടയ്ക്ക് കൊണ്ടുവരികയാണ്. ഞാനിത് പറഞ്ഞാണ്. അതായത് ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാം. അതായത് കൃപയുടെ പ്രമാണവും ന്യായപ്രമാണം കൂടെ ഒന്നിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാം. അല്ലാതെ മറ്റേനെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല. ഇത് വലിയ തന്ത്രമാണ്. ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി എന്താ? ഞാൻ പറഞ്ഞ വാചകത്തിന്റെ പ്രസക്തി എന്താണെന്ന് പറയണ്ടേ? പിശാചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളോടൊരു കാര്യം വേണ്ട എന്ന് പറയത്തില്ല. പിന്നെ എന്താണ്? അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കോ. ഫറവൻ എന്നാ ഇസ്രായേലിനോട് പറഞ്ഞേ? നിങ്ങൾ ആരാധിക്കരുതെന്നാണോ പറഞ്ഞത്? പിന്നെ എന്നാ പറഞ്ഞേ? നിങ്ങൾ ഇവിടെ തന്നെ ആരാധിച്ചു. ആരാധന എന്ന് പറയുന്നത് ഒരു ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ അത് ഇവിടെ തന്നെ ആയിക്കോട്ടെ, അതിനാ കുഴപ്പം? അത് കഴിഞ്ഞ് എന്നാ പറയുന്നത്? നിങ്ങൾ പോയി ആരാധിച്ചോ? പുരുഷന്മാരല്ലേ ആരാധനയൊക്കെ നടത്തുന്നത്? പിള്ളേരെയും ഈ നിങ്ങളെല്ലാം കൂടെ വലിച്ചുകൊണ്ട് പോകേണ്ട എല്ലാ കാര്യമുണ്ട്. അതെന്തൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയി ആരാധിച്ച് മടങ്ങി വരും. അപ്പൊ ഇതാണ് പിശാചിന്റെ ആലോചന, അല്ലെങ്കിൽ പിശാചിന്റെ ആലോചന എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യന്റെ ആലോചന, അല്ലെങ്കിൽ മനുഷ്യന്റെ ആലോചന എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പിശാചിന്റെ ആലോചനയാണ്. ഇവിടെ അവർ പറയുകയാണെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. എന്നാൽ ദൈവത്തിന്റെ ഈ പ്രമാണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു മ്യൂട്ടേഷൻ, ഒരു ചേഞ്ച് വരുത്താനായിട്ട് പറ്റത്തില്ല. കോവിഡ് വന്നപ്പോൾ നമ്മൾ കേട്ടൊരു വാക്കായി മ്യൂട്ടേഷൻ എന്നൊക്കെ. സാധാരണക്കാർ പറയും മ്യൂട്ടേഷനെ കുറിച്ച് പറയുന്നത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ അറിയോ?
കോവിഡിന്റെ ആദ്യം ഉണ്ടായ വകഭേദം വാക്സിനൊക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേന് എന്ത് പറ്റി? അതിന്റെ സ്വഭാവം മാറ്റി, അവൻ പുതിയ രൂപത്തിലായി. ഇങ്ങനെ ഈ സൂക്ഷ്മാണുക്കള് അവരുടെ ആ രൂപമാറ്റം നടത്തുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം ദൈവത്തിന്റെ പ്രമാണത്തിന് ഇല്ല, ദൈവത്തിനും ഇല്ല, ദൈവത്തിന്റെ പ്രമാണത്തിനും ഇല്ല. നമുക്കറിയാം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, ഒരു മാറ്റം ഇല്ലാത്തതാണ്. നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവൻ മാറ്റമില്ലാത്തതാണ്. ലോകത്തിലെ എല്ലാ വസ്തുതകളും അതുപോലെ തത്വങ്ങളും സംഹിതകളും എല്ലാം മാറുമെങ്കിൽ കർത്താവിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് രാത്രി നമുക്കത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയാക്കുക. അവൻ മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പ്രമാണങ്ങൾക്കും യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് വിശ്വാസം എന്ന ഏറ്റവും മഹത്തായ ഈ പ്രമാണത്തിന് ഒരു കാരണവശാലും മാറ്റം ഉണ്ടാവുമോ? മാറ്റം ഉണ്ടാകത്തില്ല. കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷ എന്നുള്ളത് ആ പ്രമാണം ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ. അത് ഒരു മാറ്റത്തിനും ഒരു സാധ്യത ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ 430 വർഷത്തിന് ശേഷം ലഭിച്ച ഈ ന്യായപ്രമാണത്തിനോ അതിന്റെ നിബന്ധനകൾക്കോ കൃപയുടെ പ്രമാണത്തെ ഒരു തരി പോലും ഒന്ന് ചലിപ്പിക്കാനോ ഒന്ന് മാറ്റുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു വന്ന സ്ഥിതിക്ക്, അതെ, ഈ ഇത്ര കഴിഞ്ഞ ആഴ്ച ചോദ്യം അത് ഭയങ്കര ഒരു $1 million ക്വസ്റ്റ്യനാണ്. വളരെ വിലയേറിയ ചോദ്യമാണ്. ഞാൻ ഇങ്ങനെ അത് സംക്ഷിപ്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പൗലോസ് എന്ന ഈ ഏറ്റവും വലിയ താർക്കികൻ കഴിഞ്ഞ 5 വാദഗതികൾ അങ്ങോട്ട് അവതരിപ്പിച്ചിട്ട് ഇനി ഒരക്ഷരം മിണ്ടാനായിട്ട് ആർക്കും പറ്റത്തില്ലാത്ത നിലയിൽ കൃപയാൽ വിശ്വാസത്താൽ നീതീകരണം എന്ന് സ്ഥാപിച്ച് കഴിഞ്ഞല്ല. അതിനൊരു എതിര് പറയാനായിട്ട് പറ്റത്തില്ലാത്ത വിധത്തിൽ ഈവൻ ഈ യൂദായിസക്കാർക്ക് പോലും ഇത് ആ സത്യമെന്ന് അംഗീകരിക്കേണ്ട ഒരു നിലയിലേക്ക് വന്ന് ഇരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിന് ആത്മാവിനെ നൽകാൻ കഴിയുന്നില്ല. പൗലോസ് പറഞ്ഞ കാര്യത്തിൽ ഒന്നാണ്, അല്ലെ, ആദ്യത്തെ ആ ഗലാത്യരുടെ സ്വന്തം അനുഭവത്തിൽ എന്നുള്ള ആ ഹെഡിങ്ങിൽ നമ്മൾ കണ്ട കാര്യം. ന്യായപ്രമാണത്താല് നീതീകരണം കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. പിന്നെ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥ അതിലൊരു കാലത്തും മാറ്റമില്ല. പിന്നെ പറയണേ ന്യായപ്രമാണത്തിന് ഒരു ശാപം മാത്രമേ ഇവിടെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേൽ ജനത്തിന്റെ മേൽ വെക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇങ്ങനെയെല്ലാം ആണെങ്കിൽ ഒരു യൂദായിസക്കാരൻ ചോദിക്കുക, പിന്നെ എന്തിനാണ് ഈ ന്യായപ്രമാണം തന്നത്? യൂദായിസക്കാർ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ വരെ അത് ചോദിച്ചു, എന്തിനാ ന്യായപ്രമാണം തന്നത്? നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19 തൊട്ട് 25 വരെ വായിക്കാം. ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുമ്പോഴോ അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. 25 വരെ. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പോ ഇവിടെ പൗലോസ് ഈ ഉത്തരത്തിന് യൂദായിസക്കാർക്ക് മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും ആർക്കും ഈ ന്യായപ്രമാണം എന്തിന്, ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നല്ലോ എന്നൊരു സംശയം പോലും തോന്നാൻ വകുപ്പില്ലാത്ത വിധം ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഉത്തരം നൽകണം. എന്തിനാണ് ദൈവം ന്യായപ്രമാണം നൽകിയത്? അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തെ അസാധുവാക്കുകയോ അതിനോട് വ്യവസ്ഥകൾ ചേർക്കുകയോ ചെയ്യാനായിട്ട് ന്യായപ്രമാണത്തിന് പറ്റിയോ? ഇല്ല, പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ന്യായപ്രമാണം തന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ന്യായപ്രമാണത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, ന്യായപ്രമാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോറ, പഴയ നിയമം, അത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിലെ അതിൻ്റെ ആ ഏറ്റവും പ്രസക്തമായ അതിൻ്റെ സ്ഥാനം വിശദീകരിച്ചാൽ ന്യായപ്രമാണം എന്തിനാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതായത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അത് ദൈവം എന്നാ തീരുമാനിച്ചത്? ലോകസ്ഥാപനത്തിന് മുമ്പേ തീരുമാനിച്ചതാണ്, അല്ലെങ്കിൽ അന്ന് ഈ കാര്യങ്ങൾ കർത്താവ് കണ്ടിരുന്നതാണ്. ആ രക്ഷാപദ്ധതിയിൽ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാപദ്ധതിയിൽ ന്യായപ്രമാണത്തിന് ചില റോളുകളുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ന്യായപ്രമാണം എന്തിനാ എന്നുള്ളതിന്റെ ഉത്തരമായി കഴിഞ്ഞു. മനസ്സിലായില്ലേ?
എന്താണ് അതിൻ്റെ റോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ഈ 19-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളും അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. 3 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇത് ലംഘനങ്ങൾ മുഖാന്തരം കൂട്ടിച്ചേർത്താണ്. ലോ വാസ് ഗിവൺ ബിക്കോസ് ഓഫ് ട്രാൻസ്ഗ്രഷൻ അല്ലെങ്കിൽ നിയമലംഘനം, അതിക്രമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നിയമം ഉണ്ടെങ്കിലാണ് അതിന് ലംഘനം വരത്തുള്ളൂ. നിയമം ഇല്ലാത്തിടത്തോളം കാലത്ത് അതിനെ ലംഘിക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോൾ ഈ ന്യായപ്രമാണം നൽകിയത് ഈ നിയമ ലംഘനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് മനസ്സിലാകാൻ ഇച്ചിലൂടെ നല്ലൊരു ഉദാഹരണം പറയാം. ഒരു ഭയങ്കര ട്രാഫിക് പ്രോബ്ലം ഉള്ളൊരു സ്ഥലം, ഫോർ എക്സാമ്പിൾ അവിടെ പിന്നെ വലിയ വളവും അതിൽ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് റോഡിൻ്റെ സ്വഭാവം കൊണ്ടാണ്. അവിടെ പിന്നെ നേരത്തോട്ട് ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു വാഹനത്തിലൊക്കെ. പക്ഷെ പുതുതായിട്ടൊരു സൈൻ കൊണ്ട് വെക്കുകയാണ്. അവിടെ അതിനകത്ത് വട്ടത്തിൽ 30 എന്ന് എഴുതിയിട്ടുണ്ട്. 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? 30 കിലോമീറ്ററിലധികം വേഗതയിൽ അതിലെ കൂടെ പോകാനായിട്ട് പറ്റത്തില്ല. നേരത്തെയും അതിലെ പോകുമ്പോൾ 30 കിലോമീറ്റർ അധികം വേഗത്തിൽ പോയാൽ അപകട സാധ്യത പഴയതുപോലെ ഇപ്പോഴത്തെ പോലെ തന്നെ അന്നുണ്ട്, ഇല്ലേ? ഉണ്ട്, അതവിടെ ഉണ്ട്. കാരണം റോഡ് മാറിയിട്ടില്ല. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചത്? അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു നിയമലംഘനം കൂടെ നടക്കണം. മനസ്സിലായോ? പണ്ട് ഒരാൾ 40 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ അപകട സാധ്യതയുണ്ട്, അവൻ പോയിട്ട് മറിഞ്ഞു വീഴാം, അല്ലെങ്കിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷേ അയാൾക്ക് പറയാം അവിടെ ഒന്നും സൈൻ ബോർഡില്ല, ഞാൻ അതുകൊണ്ടാണ് 30 കിലോമീറ്ററിന് മേളിൽ സ്പീഡിൽ പോയത്. പക്ഷേ ഇപ്പോൾ ആ വാദം പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അവിടെ വളരെ കാണാവുന്ന പോലെ എഴുതി വെച്ചിരിക്കുകയാണ് 30 അല്ലെ 30 കിലോമീറ്റർ സ്പീഡ് എന്നുള്ളത്. ഇതാണ് ശരിക്കും ന്യായപ്രമാണം നൽകിയത് കൊണ്ട് ഒന്നാമത് സംഭവിച്ച കാര്യം. ആ ട്രാൻസ്ഗ്രഷൻസ്, ആ നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കാനിടയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ്സ് എ മീൻസ് ഓഫ് ചെക്കിംഗ് ദ സിൻ. പാപം, അതിൻ്റെ ആ പട്ടിക, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള, പരിഹരിക്കാനല്ല, പിന്നെന്തിനാ, മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാർഗമാണ്. ഒരു റിസ്ട്രെയിനർ അല്ലെങ്കിൽ ഒരു തടസ്സക്കാരൻ, തടയുന്നവൻ എന്നുള്ള നിലയിൽ പിന്നെ ന്യായപ്രമാണം സെർവ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് വരും. അതായത് നിയമലംഘനം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് വെച്ചേക്കുന്നത്? അവിടെ ആ സൈൻ ബോർഡ്, ആ നിയമം പ്രദർശിപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ശരിക്കും സംഭവിച്ചത്. ദൈവത്തിൻ്റെ കോപം അത് വരാൻ തക്ക വിധം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് പ്രദർശിപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. ന്യായപ്രമാണം നൽകിയതിലൂടെ പ്രമാണമില്ലാഞ്ഞ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാതിരുന്ന ഒരു തന്നെ ഇനി ഒരിക്കലും ഞാനിത് അറിയാഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. വാക്ക് മുട്ടിപ്പോയി എന്ന് നമ്മൾ കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ആയിപ്പോവും. പിന്നെ നമുക്കിത് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു വാക്യം വായിക്കാം. 1 തിമോഥെയോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന് 8 തൊട്ട് 11 വരെ. അവിടെ കുറേ ലിസ്റ്റ് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രയോഗം മാത്രമേ നമുക്ക് വേണ്ടൂ. 1 തിമോഥെയോസ് 1-ന്റെ 8 തൊട്ട് 11 വരെ. ന്യായപ്രമാണമോ നീതിമാനല്ല, പിന്നെ ആർക്കുള്ള പിതൃഹന്താക്കൾ, മാതൃഹത്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമേജനക്കാർ, നരമോഷ്ടാക്കൾ, മോഷ്ട് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും സത്യോപദേശത്തിന് വിരുദ്ധമായി മറ്റ് ഏതും അത്ര വെച്ചിരിക്കുന്നത്. ഈ ന്യായപ്രമാണം വെച്ചേക്കുന്ന ആർക്കാ? നീതിമാന്മാർക്കല്ല. പിന്നെ ഈ പറയുന്ന ലിസ്റ്റ് നമുക്കറിയാം. അതിനകത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആ തരത്തിലുള്ളവർക്ക് അതിനെക്കുറിച്ച് ബോധ്യം കൊടുക്കുവാനായിട്ട്, അവരെ ബോധിപ്പിക്കുവാനായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ അയോഗ്യത ശരിക്കും ന്യായപ്രമാണം ബോധ്യപ്പെടുത്തി. സത്യമാണോ? ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ അയോഗ്യത ഈ പ്രമാണങ്ങൾ ഒക്കെ അനുസരിച്ച് നടന്നാൽ, നമ്മൾ ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം കഴിഞ്ഞ പ്രാവശ്യം പലതവണ വായിച്ചാണ്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ അനുഗ്രഹങ്ങളെല്ലാം അത് ചെയ്യുന്നവനാണ് ബാധകമായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? ഇത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഈ അനുഗ്രഹം പ്രാപിക്കാനുള്ള മനുഷ്യൻ്റെ അയോഗ്യത ശരിക്കും മനസ്സിലാക്കിച്ചാൽ. ഒരു മനുഷ്യനെ നോക്കിയിട്ട് ന്യായപ്രമാണം പറയാണ്, നിന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല. കാരണം ചെയ്യാനായിട്ട് നോക്കിയ ആൾക്കാർ മുഴുവൻ പരാജയപ്പെട്ടു. മാത്രമല്ല,
മനുഷ്യൻ അതുകൊണ്ട് തന്നെ വേറൊരു കാര്യയുടെ ന്യായപ്രമാണം എന്താ പറയുന്നത്, നമ്മൾ സാധാരണ ഈ പിന്നെ ശവം അടക്കുന്ന സമയത്ത് പറയും മൗനമെങ്കിലും വാചാലമാണ്. അതായത് മരിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും അത് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന്. അതായത് ഞാൻ പോവുകയാണ്, നിങ്ങൾ ഇതുപോലെ പോകേണ്ടതായിട്ട് വരും, ഇതാണ് ആ സന്ദേശം എന്ന് പറയുന്നത് പോലെ ന്യായപ്രമാണം പ്രകടമായിട്ട് പറയുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണ്. അതായത് അതിലെ കാര്യങ്ങൾ ചെയ്താൽ ജീവിക്കാം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അയോഗ്യത ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ ഒരാൾക്ക് ഒരു മനുഷ്യന് അനുഗ്രഹിക്കപ്പെടാനായിട്ട് പറ്റത്തേയില്ല. മനസ്സിലായോ? കൃപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു തരത്തിലും ഒരു അധ്വാനം കൊണ്ടോ അല്ലെ ഒരു ശ്രമം കൊണ്ടോ നേടുന്നതല്ല. പൂർണ്ണമായും ദൈവം അതിൻ്റെ പദ്ധതി തയ്യാറാക്കി അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കൃപ എന്ന് പറയുന്നത്. നമ്മുടെ യാതൊരു തരത്തിലുള്ള പാട്ടും അവിടെ ഇല്ല, ഒരു ശ്രമവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നൽകുന്ന, അങ്ങനെ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത് ഏതാണെങ്കിലും പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് പറയാൻ ആണ് ശരിക്കും ന്യായപ്രമാണം നൽകിയത്. ഇസ്രായേൽ എന്നുള്ള ആ ജാതിക്ക് ഇതിൻ്റെ ഒരു ചട്ടക്കൂട് നൽകുവാനിടയായി തീർന്നു. അതുകൊണ്ട് അവർക്ക് പിന്നെ അതിലൂടെ നടന്നിട്ട് അവരതനുസരിച്ച് നടന്ന കാലത്ത് കുറേ അനുഗ്രഹങ്ങൾ ഇതിനോടനുബന്ധിച്ചുള്ള അനുഗ്രഹങ്ങൾ ഭൗതികമായത് നേടാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ടും ന്യായപ്രമാണം സത്യത്തിൽ ചെയ്തത് എന്താണ്? അതിക്രമങ്ങളെ ഓരോന്നിനെയും ചെക്ക് ചെയ്ത് അത് കാണിച്ചു കൊടുത്തു. ഈ പറഞ്ഞ പോലെ ഒരു നിയമലംഘനം നടത്തി എന്നുള്ള ആ ഒരു കുറ്റം കൂടെ അവരുടെ മേൽ ചാർത്തുകയായിരുന്നു ചെയ്തത്. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ തുടക്കം. ഇന്ത്യൻ പീനൽ കോഡ് ഉള്ളതുകൊണ്ടാണ് ഇന്ന നിയമങ്ങൾ തെറ്റിച്ചതുകൊണ്ട് ഇന്ന വകുപ്പ് പ്രകാരം ഇതിനെ ശിക്ഷിക്കുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്കറിയാം ഒരു ശിക്ഷ വിധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വെറുതെ ശിക്ഷ അങ്ങ് പറയുകയാണ് ചെയ്യുന്നത് അല്ല, പിന്നെ എന്നാ ചെയ്യുന്നത്? വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വകുപ്പ്? കുറ്റത്തിന്റെ വകുപ്പ് ഏതാന്ന് അങ്ങനെയല്ലേ ഉണ്ണികൃഷ്ണങ്ങളെ? ഒരാളെ ജയിലിലേക്ക് അയക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഏത് വിധി പ്രസ്താവത്തിന്റെയും ഉള്ളടക്കത്തിലെ ഒരു പ്രധാന ഭാഗം ചെയ്ത കുറ്റം എന്താണ് എന്ന്, ആ തെളിയിക്കപ്പെട്ട കുറ്റം എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ്. മനസ്സിലായോ? അതിനുശേഷമാണ് ശിക്ഷ പറയുന്നത്. ആ കുറ്റം പറയുമ്പോഴാണ് നമ്മൾ ഈ വകുപ്പൊക്കെ പറയുന്നത്. ഇന്ന വകുപ്പുകൾ പ്രകാരം ഈ കുറ്റത്തിന് ഇന്ന ശിക്ഷയാണ്. അപ്പൊ ഇതാണ് ശരിക്കും എന്ത് ചെയ്തത്? ന്യായപ്രമാണത്തിലൂടെ സംഭവിച്ചത് എക്സാക്ട്ലി അത് തന്നെയാണ്. നല്ലൊരു പ്രയോഗം, നല്ലൊരു ഉദാഹരണം ഇവിടെ കൊണ്ടുവന്നതിന് പ്രത്യേകിച്ച് പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ആ നിലയിൽ നമ്മൾ ചെയ്തത് എന്താ പറയുന്നത്? ഇന്ന വ്യവസ്ഥകൾ പ്രകാരം ഇന്ന കുറ്റത്തിന് അല്ലെ ഇന്ന ശിക്ഷയ്ക്ക് നമ്മൾ യോഗ്യരാണ് എന്ന് അടിച്ചേൽപ്പിക്കപ്പെടുക അല്ലെങ്കിൽ എഴുതി തരുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ കാര്യം, അപ്പം ഒന്നാമതായിട്ട് നിയമലംഘനങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കി തരുവാനായിട്ട് കഴിഞ്ഞു. രണ്ടാമതായിട്ട് എന്താണ് അവിടെ വായിച്ചത്? ന്യായപ്രമാണം വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. വാഗ്ദത്തം ലഭിച്ച സന്തതി ആരാണ്? നമ്മൾ തൊട്ട് മുമ്പ് ചിന്തിച്ചായിരുന്നു. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ന്യായപ്രമാണം എന്തിന്, അല്ലെ ന്യായപ്രമാണത്തിന്റെ ആവശ്യകത എന്ത്. ഒന്നാമതായിട്ട് അത് ഈ നിയമലംഘനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി തരാനായിട്ട്, എന്താണ് നമ്മുടെ തെറ്റെന്ന് ബോധിപ്പിക്കാനായിട്ട് ആണ് തന്നിരിക്കുന്നത്. മാത്രമല്ല ദൈവത്തിന്റെ പിന്നെ മുന്നിൽ മനുഷ്യൻ നീതീകരിക്കപ്പെടാനായിട്ട് ഒരു മാർഗമേ സ്വന്തം ശ്രമം കൊണ്ടില്ല എന്നും, അതുപോലെ ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ അത് സാധിക്കൂ എന്നും നമ്മളെ ബോധിപ്പിച്ചു. മാത്രമല്ല ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത പറയുകയാണ്, ഇത് ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്. എപ്പോൾ വരെ ഉള്ളൂ? വാഗ്ദത്ത സന്തതി വരൂ. വാഗ്ദത്ത സന്തതി ഒരു ടൈം ലിമിറ്റ് ഉള്ളതാണ്. ദൈവത്തിന്റെ ഈ പ്രമാണത്തിന് യാതൊരു നിലയിലും ഒരു വാഗ്ദത്തത്തിന് ഒരു പിന്നെ ടൈം ലിമിറ്റ് ഇല്ല. എന്നാൽ ന്യായപ്രമാണത്തിന് ഒരു ടൈം ലിമിറ്റ് വെച്ചിരിക്കുക. എപ്പോൾ വരെ ഉള്ളൂ? വാഗ്ദത്ത സന്തതി വരും വരെ. ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്. നമുക്കറിയാം താൽക്കാലിക നടപടിയുടെ ആ ക്ലോസ് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്താണ്? അതിൻ്റെ ആവശ്യമില്ല അല്ലേ? അത് പിന്നെ ഓട്ടോമാറ്റിക്കലി ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ കാര്യം നിലനിൽക്കത്തില്ല. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. താൽക്കാലികമായിട്ട് മാത്രം തയ്യാറാക്കിയ പിന്നെ ഒരു നിയമം അല്ലെങ്കിൽ ഒരു കാര്യം. ഈ നിലയിൽ അത് നമ്മുടെ അതിക്രമങ്ങളെയും ലംഘനങ്ങളെയും ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല ഇത് ടെമ്പററി ആയിരുന്നു. ടെമ്പററി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ നമുക്ക് ആ വാക്കിനകത്ത് തന്നെ ഉണ്ട്. അതിനൊരു സ്ഥിരമായിട്ടുള്ളൊരു എക്സിസ്റ്റൻസ്
ഇല്ല, ചെറിയൊരു കാലത്തേക്ക്. നമ്മളൊരു പെർമിറ്റ്, അത് സ്ഥിരം പക്കാ പെർമിറ്റും ഉണ്ട്, ടെമ്പററി പെർമിറ്റ് ഉണ്ട്. ടെമ്പററി പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് പക്കാ അല്ല, അതാണ് അതിൻ്റെ കാര്യം. അതാണ് ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഞാൻ അധികം വിശദീകരിക്കാനായിട്ട് ആവശ്യമില്ല. മൂന്നാമതായിട്ട് ഒരു കാര്യം ഇവിടെ ഉണ്ട്, ഇത് ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മാത്രമേ. ന്യായപ്രമാണം എങ്ങനെയാണ് തന്നത് നമുക്കൊക്കെ അറിയാം. സീനായ് മലയിൽ ദൈവം മോശയ്ക്ക് കൊടുത്തു. ഇവിടെ പക്ഷേ വേറെ കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട്. ഒരു മധ്യസ്ഥനല്ല, ശരിക്കും മധ്യസ്ഥന്മാർ. ആരൊക്കെയായിരുന്നു ആ മധ്യസ്ഥന്മാർ? ദൂതന്മാരുമുണ്ട്, മോശയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഈ ന്യായപ്രമാണം അതിൻ്റെ പ്രത്യേകതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾക്കറിയാം ഈ ന്യായപ്രമാണം മധ്യസ്ഥന്മാർ മുഖാന്തരം നൽകിയത്. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ദ ലോ ഈസ് ഇൻഫീരിയർ എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു ബലഹീനതയാണത്. ന്യായപ്രമാണത്തിന്റെ ഈ കാര്യം പറയുമ്പോൾ ഈ മീഡിയേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മധ്യസ്ഥന്മാരുണ്ടെന്ന് പറയുന്നത്, അത് ക്ലെയിം ചെയ്യുന്നത് അതിന്റെ ഒരു സ്ട്രെങ്ത് അല്ല, അതിന്റെ വീക്ക്നെസ് ആണ്. മധ്യസ്ഥൻ മോശയാണ്, പക്ഷെ ഞാൻ മധ്യസ്ഥന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ. അപ്പൊ ആരൊക്കെയാ മധ്യസ്ഥൻ? ദൂതന്മാരും ഉണ്ട്, മധ്യസ്ഥനുണ്ട്. ഇവിടെ ആ പറഞ്ഞിരിക്കുന്ന മധ്യസ്ഥന്റെ അർത്ഥം മനുഷ്യന്റെ മധ്യസ്ഥൻ. മനസ്സിലായി? അതായത് നമുക്കറിയാം, രണ്ട് പാർട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെ എന്തെങ്കിലും ഒരു കാര്യം, അതിന് ഒരു മധ്യസ്ഥനാകാം, അല്ലെങ്കിൽ ഒന്നിലധികം മധ്യസ്ഥന്മാരാകാം. പക്ഷെ ഈ ഓരോ മധ്യസ്ഥന്മാരും മോശയാണ്, ഉറപ്പായിട്ടും മോശമാണ്. അത് സംശയമില്ലാത്ത കാര്യം, മോശമാണ്. ഇനി മോശ മാത്രമല്ലെന്ന് ഞാൻ പറയുന്നത്. അതെ, അത് മാത്രമല്ല ഈ ദൂതന്മാരുടെ വിഷയം പറയുന്നത് എവിടെയാണ്? ഇവിടെ പിന്നെ ഒരു ഭാഗത്തുണ്ട്, നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം എടുത്തേ, 2-ാം അധ്യായത്തിലല്ലേ? വേണ്ടി വരും, അത് ഞാൻ പറയാം. ദൈവം ഒരുത്തൻ മാത്രം, അത് പറയാം. നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കാൻ പോകുന്നു. ഈ ദൂതന്മാർ മുഖാന്തരം ആണ് ന്യായപ്രമാണം നൽകിയതെന്നുള്ളതിന് തെളിവുണ്ടോ? ഇവിടെ ഗലാത്യ ലേഖനത്തിലുണ്ട്, 2-ാം അധ്യായത്തിൽ എടുത്ത് 2:2, എബ്രായ ലേഖനം 2:2. മതി, അത്രയും മതി. അതായത് പിന്നെ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുപിടിയുന്നതാണ്. അപ്പൊ ന്യായപ്രമാണം നൽകിയതിനെ കുറിച്ച് പറയാണ്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ഇവിടെ അതിന് പറഞ്ഞിരിക്കുകയാണ്, ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മാത്രമേ. മധ്യസ്ഥന്റെ കയ്യിൽ എന്നുള്ളതിനൊരു വിശദീകരണം ഞാൻ പറഞ്ഞത്, ശരിക്കും മധ്യസ്ഥരാണുള്ളത്. ആരാ മധ്യസ്ഥനായിട്ട്? മനുഷ്യന്റെ ഭാഗത്തുനിന്ന് മോശയും, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ദൂതന്മാരും. അപ്പോ എന്നിട്ട് ഇവിടെ അടുത്ത വാക്യം, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യമാണ്. അത് വായിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് മനസ്സിലാകുന്നത്. ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഒരു അകൽച്ച, അല്ലെ ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നമുള്ളപ്പോഴാണ്. രണ്ടുപേരും യാതൊരു പ്രയാസം ഇല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. മനസ്സിലായോ? എന്നാൽ ഇവിടെ ദൈവവും ജനവും തമ്മിൽ വളരെ അകൽച്ചയിലാണ്. കാരണം എന്താ? പാപം. അല്ലാതെ എന്താ? നമുക്ക് ഏതിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? മനുഷ്യനും ദൈവവും തമ്മിൽ ഒരുമിച്ചായിരുന്നു, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ പറഞ്ഞാൽ മനുഷ്യനോടുള്ള ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരുന്നു മനുഷ്യൻ, അതായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി, അകൽച്ചയിലായി. ആ തൽസ്ഥിതി ഇവിടെ തുടരുകയാണ്. മനസ്സിലായോ? ദൈവത്തിന് അതുകൊണ്ട് തന്നെ മനുഷ്യനോട് ഡീൽ ചെയ്യാനായിട്ട് മധ്യസ്ഥന്മാരുടെ, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവത്തോട് ഡീൽ ചെയ്യാനായിട്ട് മധ്യസ്ഥന്റെ ആവശ്യമുണ്ടാകുകയാണ് ചെയ്തത്. മധ്യസ്ഥർ. ഇവിടെ ആ ന്യായപ്രമാണം അത് മധ്യസ്ഥന്മാർ മുഖാന്തരം ദൈവവും ജനവും തമ്മിലുള്ള കൊടുത്തു. അതുകൊണ്ട് തന്നെ ദൈവവും ജനവും തമ്മിലുള്ള ആ അകൽച്ചയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥൻ എന്ന് പറയുമ്പം അവർ തമ്മിലുള്ള ആ ഉടമ്പടി അല്ലെങ്കിൽ ആ കരാറിൽ രണ്ട് പാർട്ടീസും അവർക്കും ബാധകമാകുന്ന കുറെ വ്യവസ്ഥകളുണ്ടാവും. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു കരാർ എടുത്തു നോക്കുക. അപ്പൊ അത് ആര് എങ്കിലും പാലിക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? അതിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലംഘനം ഉണ്ടാകും. നമുക്കറിയാം. എന്നാൽ അതിന്റെ മറുവശം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞ ആ വാക്യം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന അടുത്ത വാക്യം 20-ാം വാക്യം ഇങ്ങനെയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത പറയാണ്, അത് ലംഘനങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നു,
മാത്രമല്ല അത് ടെമ്പററി ആയിരുന്നു. കൂടാതെ അത് എന്തുമാണ്? മധ്യസ്ഥന്മാർ മുഖാന്തരം ഏൽപ്പിച്ചതെന്നാണ്. അതിലെ മധ്യസ്ഥന്മാരാണ് 1 ദൂതന്മാർ, 2 മോശ. അങ്ങനെയാണ് ഏൽപ്പിച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത് ഡയറക്റ്റ് തരാനായിട്ട് പറ്റത്തില്ല. കാരണം ദൈവവും ആ ജനവും തമ്മിൽ, അല്ലെ മനുഷ്യനും തമ്മിൽ അകൽച്ചയിലാണ്. ഇനി എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയണം, ഓൺ ദ അതർ ഹാൻഡ് എന്താണ്? ആ ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. ദൈവമോ ഒരുത്തൻ മാത്രം. ഈ മലയാളത്തിലെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ അങ്ങനെ പെട്ടെന്ന് ചാടിക്കറി എഴുതിയിരിക്കുന്നതാ? ദൈവമോ ഒരുത്തൻ മാത്രം. ഒരുത്തൻ മാത്രമാണെങ്കിലും ഇവിടെ മനുഷ്യനോട് ഇടപെടാൻ പറ്റത്തില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. എന്നാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്തു? വാഗ്ദത്തം ചെയ്തു. അത് മനുഷ്യനുമായിട്ടുള്ള ഡീലിംഗ് തന്നെയല്ലേ. പക്ഷേ അവിടെ എന്താ ചെയ്തത്? ദൈവം അബ്രഹാം തമ്മിൽ മധ്യസ്ഥന്മാരും ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നും ഉത്സാഹിച്ച് പറഞ്ഞേ, ഉണ്ടായിരുന്നോ? ഇല്ല. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമെ എന്ന് വിളിച്ചപ്പോൾ ദൈവം അബ്രഹാം വിളി കേട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വാഗ്ദത്തങ്ങൾ കൊടുക്കുകയായിരുന്നു. ദൈവം ഏകനാണ്. മനസ്സിലായോ? ദൈവത്തിന് തന്നെ ആ സ്വഭാവം എന്താ പറയുന്നത്? പിന്നെ ഗോഡ് ഈസ് വൺ. ദൈവം ഏകനാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രോമിസും യൂണിലാറ്ററൽ അല്ലെങ്കിൽ ഏകപക്ഷീയമായിരുന്നു. മനസ്സിലായി? അബ്രഹാമിനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ആ പ്രോമിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഏകപക്ഷീയമായിരുന്നു. ഇതിനകത്ത് അബ്രഹാമിന്റെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടായിരുന്നോ? ഒന്ന് ഉറച്ചു പറഞ്ഞോ, ആലോചിക്കുക. അബ്രഹാമിനെ വിളിക്കുന്നു, ദൈവം ഈ വാഗ്ദത്തം പറയുന്നു. അതിനകത്ത് അബ്രഹാമിന്റെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടായിരുന്നോ? മൗനം. മനസ്സിലായോ? അല്ലെങ്കിൽ അതിനകത്ത് അബ്രഹാമിന് പ്രത്യേകിച്ച് യാതൊരു പാട്ടുമില്ല. ആകെ ഉള്ളതൊക്കെ ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ദൈവം പറയണേ, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി ആർക്കാണ് ഞാൻ ആ വാഗ്ദത്തം നൽകുന്നത്. ഇതെല്ലാം പറയുമ്പം അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ദൈവത്തിനാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മീഡിയേറ്റർ ഉണ്ടെങ്കിൽ അത് അതിന്റെ സ്ട്രെങ്ത് അല്ല, വീക്ക്നെസ് ആണെന്ന് പറഞ്ഞതിന്റെ തെളിവായി പറയും. എന്നാൽ മധ്യസ്ഥൻ മുഖാന്തരം ഏൽപ്പിച്ച ന്യായപ്രമാണം ഇതിന് ഇങ്ങനെ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഏകപക്ഷീയമായ ഒരു നിറവേറലുണ്ടോ? എവിടെ തെറ്റിയോ അവിടെ എന്താണ്? അപ്പോഴേ നിയമലംഘനം വന്നു. ദൈവത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവത്തില്ല. തീർച്ചയായിട്ടും ദൈവം എന്ത് ചെയ്തു? അവരനുസരിച്ച ഭാഗത്ത്, അല്ലെങ്കിൽ അവരെ അംഗീകരിച്ച, അവർ ദൈവത്തെ അന്വേഷിച്ച സമയത്തൊക്കെ അനുഗ്രഹം നൽകാനായിട്ട് ജാതീയമായിട്ടല്ലേ ഭൗതികമായിട്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴൊക്കെ ലംഘനമുണ്ടായോ ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ട് നിയമലംഘനം അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മീഡിയേറ്റർ വഴി നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ബലഹീനതയാണ്, ന്യായപ്രമാണത്തിന്റെ ബലഹീനതയാണ്. അപ്പൊ ന്യായപ്രമാണം ദൈവം മനുഷ്യന് നൽകിയത് അവന്റെ അതിക്രമങ്ങൾ, അവന്റെ ലംഘനങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ, മാത്രമല്ല അവന്റെ ഇൻകേപ്പബിലിറ്റീസ്, പരിമിതികൾ മനസ്സിലാക്കിക്കുവാൻ, ഒരു ചെറിയ കാലത്തേക്ക്. മാത്രമല്ല അതും മധ്യസ്ഥന്മാർ മുഖാന്തരം അങ്ങനെയായിരുന്നു നൽകിയത്. ഇനി ഇത്രയെല്ലാം പറഞ്ഞു വെച്ചിട്ട് പൗലോസ് വീണ്ടും ചോദിക്കുകയാണ്, എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? അവിടെ കൊണ്ട് ചോദിച്ച് അവസാനിപ്പിക്കുന്നില്ല. താൻ തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് തന്നെ ഉത്തരം പറയുകയാണ്. എന്താണത്? ഒരു നാളുമല്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു ഉത്തരം വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഗലാത്യ ലേഖനത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു നാളുമല്ല, അബ്സല്യൂട്ട്ലി നോ, സർട്ടൻലി നോട്ട് എന്നൊക്കെ പറയുന്ന ഉത്തരം തൊട്ട് മുമ്പിലത്തെ പേജിലേക്ക് നോക്കി. റോമലേഖനത്തിലല്ല, ഗലാത്യ ലേഖനത്തിൽ ഞാൻ ചോദിച്ചത്. 17-ാം വാക്യം. ക്രിസ്തു എങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ യേശു കർത്താവ് പാപത്തിന്റെ ഒരു പ്രൊമോട്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചോദിച്ചു ഉടനെ പറയണം ഒരു നാള് അല്ല. ഇങ്ങനത്തെ പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി മാത്രം ഞാൻ പറഞ്ഞാണ്. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ ന്യായപ്രമാണം? ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ, അല്ലെങ്കിൽ ഇതിന് എഗൻസ്റ്റ് ആണോ? ഇപ്പോഴെല്ലാം പറഞ്ഞു വെച്ചത് തന്നെയാണ് ന്യായപ്രമാണത്തിന്റെ ബലഹീനതയും ദൈവം അത് നൽകാൻ ഇടയായ സാഹചര്യമൊക്കെയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ? ഉത്തരവുണ്ട്, ഒരു നാളും ഒരു കാരണവശാലും അല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദൈവത്തിന്റെ യുഗങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ പദ്ധതി ഇട്ട ആ രക്ഷാ പദ്ധതിയിൽ തീർച്ചയായിട്ടും ന്യായപ്രമാണത്തിന് ഒരു റോളുണ്ട്. ആ റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ശരിക്കും ന്യായപ്രമാണത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് പിടികിട്ടും. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുമായി ബന്ധപ്പെട്ട് ന്യായപ്രമാണത്തിന് ഒരു പൊരുത്തക്കേടില്ല. അത് ഒരു നാളുമില്ല, ഒരു കാരണവശാലുമില്ല. എന്നിട്ട് പറയാണ്,
ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ഈ വാക്യം ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ എടുത്തു കാണിച്ചതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ജീവിപ്പിക്കാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നെങ്കിൽ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇഫ് ലോ ഹാഡ് ബീൻ ഗിവൺ ദാറ്റ് കുഡ് ഇമ്പാർട്ട് ലൈഫ്, അതായത് ജീവൻ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രമാണമായിരുന്നു നൽകിയിരുന്നെങ്കിൽ പിന്നെ വേറെ യാതൊന്നിൻ്റെ ആവശ്യമില്ല. യേശു കർത്താവ് വരേണ്ട ആവശ്യമില്ലായിരുന്നു, മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ജീവിപ്പിക്കാൻ കഴിയുന്നൊരു പ്രമാണമല്ല. മനസ്സിലായോ? മനുഷ്യനെ ശാപത്തിന് കീഴിലാക്കുവാനാണ് അതിന് സാധിച്ചത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ന്യായപ്രമാണം ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. തിയററ്റിക്കലി, അതായത് പ്രാക്ടിക്കലി അല്ല, തിയററ്റിക്കലി പറഞ്ഞാൽ ന്യായപ്രമാണം കൊണ്ട് രക്ഷ വരുമോ? അത് തീർച്ചയായിട്ടും വരും. അത് ചെയ്യുന്നതിന് അതിനാൽ ജീവിക്കുമെന്നാണല്ലോ തിയററ്റിക്കലി പറഞ്ഞ് ശ്രദ്ധിക്കണം. പക്ഷേ പ്രാക്ടിക്കലി അത് മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന ആ ചോദ്യത്തിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. നമുക്കറിയാം. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു സംശയം തോന്നുകയാണ്, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഇത് വിരോധമാണോ? അപ്പം ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരു നാളും അല്ല എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സർട്ടൻറ്റിൽ നോട്ട്, ഒരിക്കലും അല്ല എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് എന്താ പറയുന്നത്, പെരിഷ് ദ തോട്ട്, അങ്ങനെ ഒരു ചിന്ത പോലും വരാൻ പാടില്ല. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും ഇത് വിരോധമല്ല എന്ന് പറഞ്ഞാൽ ദൈവിക വാഗ്ദത്തങ്ങളുമായിട്ട് ഇത് വളരെയധികം ചേർന്നാണ് നിൽക്കുന്നത്. ന്യായപ്രമാണം ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരോധമല്ല. ഞാൻ പറഞ്ഞു, ഇത് തിയറിറ്റിക്കലി ന്യായപ്രമാണം കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പുണ്ട്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നെഴുതിയിരിക്കുക. പക്ഷേ പ്രാക്ടിക്കലി പറ്റത്തില്ല. നമുക്ക് പരിചയമുള്ള വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ന്യായപ്രമാണത്തിന് സാധിപ്പിക്കാൻ കഴിയാഞ്ഞതിനെ. മനസ്സിലായി? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ന്യായപ്രമാണം കൊണ്ട് കഴിയത്തില്ല. മനസ്സിലായോ? അത് ഈ തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പ്രാക്ടിക്കലി കഴിയുന്നില്ല. ന്യായപ്രമാണം എന്ത് ചെയ്യണമെന്ന് മനുഷ്യനോട് പറഞ്ഞു, പക്ഷെ അത് ചെയ്യാനുള്ള ശക്തി നൽകിയില്ല, അതിനുള്ള ആ ഒരു പ്രൊവിഷൻ കൊടുത്തില്ല. മനസ്സിലായോ? എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ അത് എങ്ങനെ ചെയ്യണം, ഏത് നിലയിൽ, അതിനുള്ള ശക്തി എവിടുന്ന്, അത് പറയാനായിട്ട് കഴിഞ്ഞില്ല. അതായിരുന്നു അതിൻ്റെ പരിമിതി എന്ന് പറഞ്ഞത്. വേണ്ട, വായിക്കണ്ട, നമുക്കറിയാമല്ലോ, അറിയാവുന്ന വാക്യം എടുത്തെങ്കിൽ വായിച്ചു. മതി, അത്ര മതി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ലോകത്തിൽ അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ അതാണ് അതിന്റെ കാര്യം. നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ആ പ്രയോഗം മാത്രം. അപ്പൊ ന്യായപ്രമാണം കൊണ്ട് ഇത് സാധിക്കില്ല, തിയറി അവിടെ ഉണ്ട്, പക്ഷേ പ്രാക്ടിക്കലി ദറ്റ് ഈസ് നോട്ട് പോസിബിൾ. എന്നാൽ ഇപ്പം നിങ്ങൾ ചോദിക്കും, ഒരു പക്ഷേ ഞാൻ തന്നെ മുമ്പ് പറഞ്ഞു, ഇസ്രായേലിൽ എത്രയോ പേർ ഇങ്ങനെ ഈ പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് അനുഗ്രഹം നേടിയിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെ ഇല്ലേ എന്ന്. പക്ഷേ അതിൻ്റെ വസ്തുത എന്താണ്? അവർ നേടിയ അനുഗ്രഹങ്ങളെല്ലാം ഈ ജാതീയമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അല്ലെ ഭൗതികമായ നേട്ടങ്ങളായിരുന്നു. സംശയമുണ്ട്, വായിക്കാം ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന് 1-ാം വാക്യം. അതിൽ ഈ ഇസ്രായേൽ നേടി എന്ന് പറയുന്ന ആ ജീവൻ അല്ലെ നേട്ടം, അതെല്ലാം ഈ ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ നേടിയെന്ന് പറയുന്നതൊക്കെ ടെമ്പറൽ ബ്ലെസ്സിങ് ആയിരുന്നു. ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നേടിയ നേട്ടങ്ങൾ മാത്രമായിരുന്നു. എടുത്തോ, ആവർത്തനം 8-ന്റെ 1. ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിന്നോട് പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തിൽ നിന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. അപ്പൊ പ്രമാണിച്ച് നടന്നാൽ എന്ത് സംഭവിക്കും? പ്രമാണിച്ച് നടന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ജീവിച്ചിരിക്കും, അപ്പൊ അവർക്ക് ലൈഫ് ഉണ്ടാവും, പിന്നെ വർദ്ധിക്കും, കൈവശമാക്കാനുള്ള സ്ഥലത്ത് അത് കിട്ടുകയും ചെയ്യും, അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് അതിന്റെ സിമ്പിൾ ലോജിക്ക്. എന്നാൽ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേന്, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു. മലയാളത്തിൽ പോലും ഞാൻ നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വാക്യമാണ്. ഇംഗ്ലീഷ് ബൈബിൾ കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ 22-ാമത്തെ വാക്യം 3:22 സാർ ആദ്യം ഒന്ന് വായിച്ചോട്ടെ.
by faith of Jesus Christ might be given to them that believe. ഓൾ അണ്ടർ സിൻ അല്ലേ, അങ്ങനെയല്ലേ പ്രയോഗം? Concluded all under sin. അണ്ടർ സിൻ, ഓക്കെ മതി. ആ But the scripture imprisoned every ഓക്കെ. അത് ഏതാണ് ട്രാൻസ്ലേഷൻ? ESV, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ അല്ലേ. അതായത് ബട്ട് ദ സ്ക്രിപ്ചർ ഡിക്ലെയർസ് ദാറ്റ് ദ ഹോൾ വേൾഡ് ഈസ് പ്രിസണർ ഓഫ് സിൻ, സോ ദാറ്റ് വാട്ട് വാസ് പ്രോമിസ്ഡ് ത്രൂ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് മൈറ്റ് ബി ഗിവൺ ടു ദോസ് ഹു ബിലീവ്. ഇതാണ് ESVയുടെ അതായത് ഏറ്റവും നല്ല ഒരു തർജ്ജമ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് മാത്രമേ ഞാനത് വായിച്ച് കേൾപ്പിച്ചെന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ തടവിലാക്കി വെച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇംപ്രിസൺ, ജയിലിൽ അടച്ചു വെച്ചിരിക്കുന്നു. മനസ്സിലായോ? ന്യായപ്രമാണം എന്താ ചെയ്തിരിക്കുന്നത്? ന്യായപ്രമാണം തിരുവെഴുത്ത് അല്ലെങ്കിൽ സ്ക്രിപ്ചർ എല്ലാവറ്റെയും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പാപത്തിൻ്റെ ആ തടങ്കലിൽ അടച്ചു വച്ചിരിക്കുന്നു. അതാണ് സ്ക്രിപ്ചർ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ പ്രമാണം തിരുവെഴുത്ത് പ്രഖ്യാപിക്കുക ചെയ്യുന്നത് കാര്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടോ? ആരുമില്ല, എല്ലാവരും ഒരുപോലെ പാപികളായിട്ട് ഇതിൻ്റെ കീഴെ ആയിരിക്കുന്നു. അപ്പോൾ ഈ പിന്നെ എന്താ പറയുക, ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ന്യായപ്രമാണവുമായിട്ട് ചേർന്നാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു ഹാർമണി, അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ താളം കറക്റ്റ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ നമ്മൾ അല്ലാതെ തുടർന്നുള്ള വാചകങ്ങൾ നമ്മൾ വായിക്കണം. അല്ലെങ്കിൽ 22-ാം വാക്യം നമ്മൾ വളരെ ആഴമായിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം. എന്താണ് ഇതിൻ്റെ ഹാർമണി, ഇതിൻ്റെ ആ ചേർച്ച എങ്ങനെയാണ് വരും? മനസ്സിലായി? ഞാൻ ഉപയോഗിക്കുന്ന മലയാളം വാക്കുകളും അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ എത്രത്തോളം എനിക്ക് തന്നെ സംസാരിക്കാൻ പറ്റുന്നുള്ളതിനും എനിക്ക് തന്നെ സംശയമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ന്യായപ്രമാണം ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും വിരോധമാണോ? അല്ല, ഒരു നാളും അല്ല. നമ്മൾ ഉത്തരം കണ്ടു. അതിന് ഒരിക്കലും ഒരു കോൺട്രഡിക്ഷൻ ഇല്ല, ഒരു പൊരുത്തക്കേടില്ല. അതാണ് പൗലോസ് പറയുന്നത്. എന്നാലും ഇത് തമ്മിൽ എന്താ ഒരു ചേർച്ച? ഇത് എങ്ങനെയാണ് ഒരു ഹാർമണിയിൽ പോകുന്ന ഒരു ചേർന്ന് പോകുന്നത് എങ്ങനെയാണ്? മനസ്സിലാക്കാൻ മാർഗമുണ്ട്. 22-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ലഭിക്കേണ്ടത് തിരുവെഴുത്ത് എല്ലാവരുടെയും പാപത്തിൽ കീഴ് അടച്ചു കളഞ്ഞു. അതായത് ഈ തിരുവെഴുത്ത് അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് പ്രഖ്യാപിക്കുകയാണ് എല്ലാവരും പാപത്തിന് കീഴെയാണ്, എല്ലാവരും ഇംപ്രിസൺഡ് ആണ്, എല്ലാവരും ജയിലിലാണ്. എന്നിട്ട് ഈവൻ ഇഫ് ദ ലോ കുഡ് നോട്ട് ജസ്റ്റിഫൈ ഓർ ഗിവിംഗ് ലൈഫ്, അതിന് നീതീകരിക്കാൻ പറ്റുന്നില്ല, ജീവൻ കൊടുക്കാൻ പറ്റുന്നില്ല, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം അല്ലത്. മനസ്സിലായി? അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്, എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ നേടാമെന്നുള്ളതിനുള്ള ശക്തി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ജീവിപ്പിക്കുന്ന പ്രമാണമല്ല. പിന്നെ നമ്മൾ മുൻകൂട്ടി പഠിച്ചതനുസരിച്ചാണ് ഇത് ശരിക്കും ശപിക്കുന്ന പ്രമാണമാണ്, ശാപത്തിന്റെ പ്രമാണമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് പ്രിപ്പയർ ദ വേ ഫോർ ദ ഗോസ്പൽ, സുവിശേഷനായിട്ടുള്ള വഴി ഒരുക്കുകയാണ്. മനസ്സിലായോ? ഞാൻ എല്ലാവരും പാപികളാണെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു രക്ഷാമാർഗം അല്ല, വേണം. എല്ലാവരും പാപികളാണ്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്താ? ഒരു രക്ഷാമാർഗം വേണം. നമുക്ക് തന്നെ അത് നേടാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ കർത്താവിന്റെ സുവിശേഷം ദൂതന്മാർ വന്നിട്ട് ഇടയന്മാർ പറഞ്ഞ് അറിയിച്ചു തന്നെ സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആ സുവിശേഷം തന്നെയാണ് അബ്രഹാമിനോട് സുവിശേഷിച്ചതെന്ന് നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിക്കാനിടയായി തീർന്നു. ആ കാര്യം ആൾക്കാരോട് പറയുവാൻ, ആൾക്കാരെ കൺവേ ചെയ്യാനായിട്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മൗനമെങ്കിലും വാചാലമായിട്ട് ഇത് ആൾക്കാരെ ശാപത്തിന് കീഴിലാണ്, നിങ്ങൾ അടിമത്തത്തിന് കീഴിലാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അതേ സമയം തന്നെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ അല്ലാതെ ഒരു ആൾക്കും ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല. ഇത് കൺവേ ചെയ്യുകയാണ്. മനസ്സിലായോ? ഇൻഡയറക്ട്ലി. അപ്പൊ ന്യായപ്രമാണം എങ്ങനെയാണ് ദൈവിക വാഗ്ദത്തങ്ങളോട് ചേർന്ന് വരുന്നത്? അത് ചേർന്ന് വരുന്നത് അതൊരു സന്ദേശം. ഇവിടെ പ്രമാണങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലെ. 30 കിലോമീറ്റർ സ്പീഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നിയമലംഘനം നടത്താതെ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഇൻഡയറക്ട്ലി വേറെ ചില സന്ദേശം നൽകുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സ്പീഡ് പരിധിക്കുള്ളിൽ പോയാൽ വളരെ സേഫായിട്ട് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും, അപകടത്തിന്റെ സാധ്യത ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ ന്യായപ്രമാണം നമ്മളോട് മൗനമായിട്ട് പറയാണ്, ഈ പ്രവർത്തികൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട്
ദൈവത്തിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പദ്ധതി അതുണ്ടായി ദൈവം തന്റെ കൃപയാൽ അത് നൽകിയെങ്കിൽ മാത്രമേ ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഏതെങ്കിലും നിലയിൽ അവകാശികളാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്, മനസ്സിലായി, വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം എങ്ങനെയാണ് ലഭിക്കുന്നത്? യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ. ന്യായപ്രമാണം എന്തിന് എന്നുള്ളൊരു ഉത്തരവ് വരികയാണ്. ന്യായപ്രമാണം വിളിച്ചു പറയുകയാണ്, ഇത് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല, നീതിയിരിക്കപ്പെടത്തില്ല. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാനായിട്ട് സാധിക്കും, നീതീകരണം ലഭിക്കും. ഇത് ന്യായപ്രമാണം മൗനമെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്യത്തിലെ താക്കോൽ വാക്കുകൾ നോക്കുക. ഈ വാക്യത്തിലെ താക്കോൽ വാക്ക് ഏതൊക്കെയാ? 1 വിശ്വാസം, 2 വിശ്വസിക്കുക, 3 ലഭിക്കുക. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പ്രവൃത്തി എന്നൊരു പദം ഉണ്ടോ? നിങ്ങൾ ആ വാക്യം ഒന്ന് സൂക്ഷിച്ച് വായിച്ചു നോക്കി. 22-ാം വാക്യം. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. മനസ്സിലായോ? തിരുവെഴുത്ത് എല്ലാവരുടെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു. എവിടെയെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു സൂചനയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ന്യായപ്രമാണ ആചരണം എന്നുള്ളതിന് ഒരു ചെറിയ ഹിന്റെങ്കിലും ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? ഇതാണ് ന്യായപ്രമാണം, ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. അപ്പോൾ വിശ്വാസത്താൽ, കൃപയാൽ വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം എന്നുള്ളത് വീണ്ടും തെളിയിക്കുവാനായിട്ട് ഈ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം, ന്യായപ്രമാണം നൽകിയതിന്റെ ഉദ്ദേശം എന്ന വിഷയവും പൗലോസ് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇനി ഇത് കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് അടുത്ത ഒരു 2 വാക്യങ്ങളൂടെ ഉപയോഗിക്കുകയാണ്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. ആ ഇംപ്രിസൺമെന്റ് കണ്ടോ? ആ വാക്കിന്റെ മലയാളം ഇവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ മുമ്പിൽ ഉള്ള ആ അടച്ചു കളഞ്ഞിരുന്നു എന്നുള്ളതിന്റെ വിശദീകരണം വരികയാണ്. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ ഇനി ശിശുപാലകന്റെ കീഴിൽ അല്ല. 2 ഉപമകൾ അല്ലെ 2 എന്താ പറയാ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അത് പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലെ ദൈവത്തിന്റെ പരിശുദ്ധ പൗലോസിനെ കൂടി ചൂണ്ടിക്കാണിപ്പിക്കുകയാണ്. 1 പ്രിസൺ, ഒരു ജയില്. പ്രിസൺ അല്ലെ അടച്ചു കളയുക, ഇംപ്രസന്റ്, അതൊക്കെ നമ്മൾ മുമ്പേ കണ്ടു. എന്നാൽ അതിനെ വിശദീകരിച്ച് ഒന്നുകൂടെ പറയാണ്. ന്യായപ്രമാണത്തെ ഉപമിക്കുകയാണ്. 1 ഒരു തടവിനോട്, 2 ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ശിശുപാലകൻ എന്നാണ്. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സ്കൂൾ മാസ്റ്റർ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഭാഷയെ പറഞ്ഞാൽ ഒരു ശിക്ഷകൻ. മനസ്സിലായോ? ചെറിയ കുട്ടികളെ പരിചരിക്കുന്ന, ശിക്ഷിക്കുന്ന ഒരാൾ, വഴികാട്ടി. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതും ശരിയാണ്. അപ്പൊ ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി 2 ഉപമകൾ. 1 ജയില്, ഒരു പ്രിസൺ, 2 ശിശുപാലകൻ. എന്താണത് എന്ന് നോക്കാം. അതിനു മുമ്പേ വിശ്വാസം വരും മുമ്പേ എന്ന് പറഞ്ഞാൽ എന്നാ അതെന്താ ആ വാക്കിന്റെ അർത്ഥം? യേശുക്രിസ്തു വരും മുമ്പേ, സിംപ്ലി അത്രേ ഉള്ളൂ. നമ്മൾ വിശ്വാസം വരും മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും നാളും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിശ്വാസം വരും മുമ്പേ എന്നൊരു സംഭവമില്ല. കാരണം 1-ാമത്തെ നാൾ തൊട്ട് എന്തുണ്ട്? ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഉണ്ട്, അല്ലേ? ഈ അവരൊക്കെ പഴയ നിയമത്തിലെ പിതാക്കന്മാരൊക്കെ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാ? പ്രവൃത്തിയിലാണോ? അല്ല, അവരെല്ലാം വിശ്വാസത്താല നീതീകരിക്കപ്പെട്ടത്. അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഉണ്ട്, അത് വിശ്വാസത്താലുള്ള നീതീകരണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുക വിശ്വാസം വരും മുമ്പേ. കൺഫ്യൂഷൻ ആകണ്ട. ആ വിശ്വാസം വരും മുമ്പേ എന്നുള്ളത് ശരിക്കും വിശദീകരിച്ച് എഴുതേണ്ടത് യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം വരും മുമ്പേ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം, വിശ്വാസം താൽ രക്ഷിക്കേണ്ടതിന് താൻ ആഗമിക്കുന്നതിന് മുമ്പ് എന്നുള്ള അർത്ഥവും. എന്ന് പറഞ്ഞാൽ കർത്താവിന് മുമ്പ്. സിമ്പിളായിട്ട് പറഞ്ഞു. നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അപ്പൊ നമുക്കറിയാം, ഇവിടെ മുമ്പേ നമ്മൾ കണ്ടതുപോലെ ഒരു ഇംപ്രിസൺഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സ്റ്റേറ്റ് ആയിരുന്നു നമുക്കറിയാം. ഈ എന്താ പറയാ, ഇസ്രായേലിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയിലായിരുന്നു. ഈ ജയിൽ എന്ന് പറയുന്നത് ശരിക്കും ശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ഇടുന്ന ഒരു സ്ഥലം മാത്രമാണ്. അല്ല, വിചാരണയ്ക്ക് മുമ്പ് ഇവിടെ തന്നെയാണ്.
ജയിലിൽ തന്നെ. അപ്പൊ ഇവിടെ ആ ഒരു അർത്ഥത്തിൽ എടുത്തുവെച്ചാൽ മതി, മനസ്സിലായോ? അതായത് ജയിലിൽ ഇടുന്നതിന്റെ കാര്യം എന്നാ, ഇയാൾ ചാടിപ്പോകരുത്, പിന്നെ അതായത് ഈ പറയുന്ന കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ യാതൊരു കേടും ഉണ്ടാകരുത്. അതൊരു സൂക്ഷിപ്പ് സ്ഥലം കൂടിയാണ്, മനസ്സിലായോ? ഞാൻ അത് പറയാനാണ്. വിചാരണ തടവെന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ റിമാൻഡ് എന്ന് പറയുന്നത് ഒരു സംരക്ഷണ കേന്ദ്രം കൂടെയാണ്. അത് ബന്ധോസാണ് തീർച്ചയായിട്ടും, പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ്, ഒരു പ്രൊട്ടക്റ്റീവ് സ്പേസ് കൂടെയാണ്. ഇവിടെ ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പേ ന്യായപ്രമാണത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു മനുഷ്യൻ, പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾ, മനസ്സിലായോ? അവരെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ആ മതിൽക്കെട്ടിനകത്ത്, ആ ചുറ്റുമതിലിനകത്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയിരുന്നവർക്കാണ് ആവർത്തന പുസ്തകം 8:1 നമ്മളിപ്പോൾ വായിച്ചാണ് അനുഗ്രഹങ്ങളും അതോടൊപ്പം ലഭിച്ചിരുന്നു, യാതൊരു സംശയമില്ല. എന്നാൽ അതിനെ പിന്നെ വെളിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവർ അമ്പെ പരാജയപ്പെട്ടു. വളരെ കഠിനമായിട്ട് ആ മുറിവേറ്റതും നമുക്ക്, അല്ലെങ്കിൽ പിന്നെ നഷ്ടങ്ങൾ ഏറ്റതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇവരൊരു തടവിലാണ്. അപ്പൊ ന്യായപ്രമാണം ശരിക്കും ഒരു ഇംപ്രിസൺമെന്റ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? ഒരു ചൈൽഡ് കസ്റ്റോഡിയൻ. അതാണ് ഞാൻ മുമ്പ് ഓർക്കാൻ ശ്രമിച്ച വാക്ക്, ശിശുപാലകൻ. ഈ ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം പെഡഗോഗ്സ് ആണ്. അതായത് അതിനകത്ത് നിന്നാണ് പെഡഗോഗി എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ഈ പെഡഗോഗിക്കൽ സയൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എഡ്യൂക്കേഷണലാണ്. അപ്പൊ പെഡഗോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അധ്യാപകൻ, ടീച്ചർ എന്നാണ് അതിന്റെ അർത്ഥം. അതെ, ആ ടീച്ചർ എന്നാണ് അതിന്റെ അർത്ഥം. അധ്യാപകൻ എന്നാണ് അർത്ഥം. ഇവിടെ ഈ അത് നമ്മളെ നോർമലി ഇംഗ്ലീഷിലെ ആ അർത്ഥമാണ് ഞാൻ പറഞ്ഞെങ്കിൽ, ഇവിടെ ഈ പിന്നെ ചൈൽഡ് കസ്റ്റോഡിയൻ, ആ വാക്ക് മറക്കരുത്. ചൈൽഡ് കസ്റ്റോഡിയൻ അതായത് ശിശുപാലകൻ. ഈ ശിശുപാലകന്റെ അർത്ഥം, അല്ലെ അത് സംസാരിച്ചിരിക്കുന്നത് ശരിക്കും ആ മൂലഭാഷയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു കുട്ടി അവന്റെ ശൈശവ അവസ്ഥ, അതായത് ഏർലി ചൈൽഡ്ഹുഡ് മാറിക്കഴിഞ്ഞിട്ട് വളർച്ചയുടെ ആ അടുത്ത പടവുകളിൽ അവരൊരു ശിശുപാലകന്റെ കീഴിലായിരിക്കും. എന്തിനാണെന്നറിയാവോ? സംരക്ഷിക്കാനും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. ഇതൊരു സ്കൂൾ ടീച്ചർ അല്ല, അതാണ് അതിന്റെ പ്രത്യേകത. ഇത് ആരായിരിക്കും എന്ന് വെച്ചാൽ ഈ യജമാനന്റെ ഒരു അടിമയായിരിക്കും. അത് വരുന്നുണ്ട്. അപ്പൊ ആ അടിമ എന്താ ചെയ്യുന്നത്? സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയനാണ്. ഒരു തരത്തിലുള്ള അച്ചടക്കത്തിന് ഒരു കടുകുമണി വ്യത്യാസം ഉണ്ടാകത്തില്ല. ഒരു അധ്യാപകരൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണുമാട്ടം കാണാനായിട്ട് പറ്റും. എന്നാൽ ഈ അടിമയ്ക്ക് ഒരിക്കലും ഡിസിപ്ലിന്റെ കാര്യത്തിൽ പുറകോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്നാ? അടിമ ആരോട് കണക്ക് കൊടുക്കണം? യജമാനൻ എന്ത് പറയുന്നോ അതിന്റെ ഒരു കടുകിട വ്യതിചലിക്കാനായിട്ട് ഇതിന് അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ മോറൽ വാല്യൂസ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇതേ സ്ട്രിക്റ്റ് ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൺ വാസ് കമ്മിറ്റഡ് അറ്റ് ദ ഏജ് ഓഫ് 6 or 7, അതായത് 6 or 7 വയസ്സ് മുതൽ ഒരു പ്യൂബർട്ടി പീരീഡ്, അവന്റെ ആ മെച്യൂരിറ്റി എത്തുന്നത് വരെയുള്ള സമയത്താണ് ഈ ആരുടെ കയ്യിലുള്ളത്? ശിശുപാലകന്റെ കയ്യിലുള്ളത്. ആ സമയത്ത് പിന്നെ വേറൊരു അർത്ഥം ഇതിന് കൊടുത്തിരിക്കുന്നത്, ശരിക്കും അതിന്റെ ടിപ്പിക്കൽ മീനിങ്ങിൽ ഒരു നാനി, അതായത് എന്താ പറയാ, സ്കൂളിലേക്കുള്ള വഴി വഴിയിൽ സൂക്ഷിക്കുന്ന, സ്കൂളിലേക്ക് എവിടെ നിന്നോ വീട് മുതൽ സ്കൂൾ വരെ അല്ലെ പാഠശാല വരെ ഉള്ള വഴിയിലും തിരിച്ചും പിന്നീട് അവന്റെ ബാക്കി വരുന്ന സമയത്തും എല്ലാം പരിപാലിക്കുന്ന ആ ആയ, അതാണ് കറക്റ്റ് ഈ ശിശുപാലകൻ എന്ന വാക്കുകൊണ്ട് ഉള്ള അർത്ഥം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു നിലയിലുള്ള ഉപദ്രവങ്ങളും ഈ കുട്ടിക്കുണ്ടാകാതെ സൂക്ഷിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ഈ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. കൊച്ചിനെ കയ്യെ പിടിച്ച് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഇതിനെ സ്വഭാവം അനുസരിച്ച് വണ്ടി വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട് ചാടും, അപകടം ഉണ്ടാകും. അപ്പൊ അതിനാണ് ഈ മതിൽക്കെട്ടിനകത്ത് നിർത്തുന്നത്. അതാണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ 626 അല്ലെ, 613 പകരം കൽപ്പനകൾ, പ്രമാണങ്ങൾ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. തുടരരുത്, പിടിക്കരുത്, തിന്നരുത്, മനസ്സിലായി? എന്തോരം വിഷയങ്ങളാണെന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയ്ക്ക് വേണ്ട ഈ സ്ട്രിക്റ്റ് ആയിട്ടൊരു പിടുത്തം വേണോ? വേണം. കാരണം എന്നാണ്? ഇവൻ മച്യൂരിറ്റി ആയിട്ടില്ല, ഗ്രോണപ്പ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പരിശീലിപ്പിച്ചേ പറ്റുള്ളൂ. ന്യായപ്രമാണം എന്തു വലിയ പണിയെടുത്തെന്ന് ആലോചിച്ച് നോക്കി. ശിശുപാലകനായ തടവിൽ വെച്ചു, സൂക്ഷിച്ചു വെച്ചു. മനസ്സിലായോ? എപ്പം വരെ? വാഗ്ദത്ത സന്തതി ടെമ്പററി ആയിരുന്നെങ്കിലും
ദ ലോ വാസ് ദ ഡിസിപ്ലിനറിയൻ അണ്ടിൽ ജീസസ് ക്രൈസ്റ്റ് കെയിം. കർത്താവ് വരുന്നത് വരെ ആ ഒരു പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയിൽ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ ഒരു വിശ്വാസിയെ എന്ത് ചെയ്യുന്നെന്നാ പറഞ്ഞേ, ഈ പ്രമാണത്തിന്റെ പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയിൽ നിന്ന് അല്ലെ ഈ പ്രിസണിൽ നിന്ന് സ്വതന്ത്രമാക്കും അല്ലേ. എന്താ നമ്മുടെ കുറിവാക്യം ഓർക്കുന്നുണ്ടോ? അതൊക്കെ വിട്ടല്ലേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പിന്, അടിമനൂപത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മളെ ഈ ലോയുടെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ ഏത് മാനുഷിക പ്രമാണത്തിന്റെയും പിടിയിൽ നിന്ന്, അതിന്റെ അടിമത്തത്തിൽ നിന്ന് അത് നമ്മളെ അടക്കി വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ അതിന്റെ കസ്റ്റഡിയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഇതാണ് സുവിശേഷം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല ഇനിമേലാൽ ആ വാക്യം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇനി നാം ശിശുപാലകന്റെ കീഴിൽ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിമേലാൽ ഈ ഹാഷ് ഡിസിപ്ലിനർക്ക്, ഈ ക്രൂരനായ അല്ലെങ്കിൽ കഠിന അച്ചടക്ക നടപടി എടുക്കുന്ന ഇയാൾക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. മനസ്സിലായോ? ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ നമ്മൾ ഓർത്താണ്. അതിന്റെ അർത്ഥം ഇനിമേൽ എനിക്ക് ന്യായപ്രമാണത്തിന് എൻ്റെ മേൽ യാതൊരു കർത്തൃത്വവും ഇല്ല. എൻ്റെ അതിനു മുമ്പുണ്ടായിരുന്നു. കാരണം ഈ വളർച്ച എത്താത്ത പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ശിശുവായിരുന്ന അവസ്ഥയിൽ കാര്യം പിന്നെ അടിമയാണ്, യജമാന്റെ അടിമയാണ് ഈ പുള്ളിയെങ്കിലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് കർത്തൃത്വം? ആർക്കാണ്? ഈ കസ്റ്റഡിയാണ്. മനസ്സിലായോ? ഈ പിന്നെ യജമാനന്റെ വീട്ടിലെ ഒരു സ്ലേവാണ് ഈ പറയുന്ന വ്യക്തി. പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റോഡിയനാണ്. അവന്റെ മേൽ അധികാരമുണ്ട്. മനസ്സിലായോ? തിരുത്താനായിട്ട്, ശിക്ഷിക്കാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ അച്ചടക്കം പൂർണ്ണമായിട്ട് അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇതിനെല്ലാം അധികാരമുണ്ട്. എന്നാൽ കർത്താവ് അതെ, അടുത്ത വാക്കിലാണല്ലോ. അടുത്ത 4-ാം അധ്യായത്തിലെ 1-ാം വാക്യമാണ്. അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷപ്പെടാനല്ല. അത് വരുന്നുണ്ട് അതിലേക്ക്. അപ്പോൾ കർത്താവ് ചോദിച്ചാൽ നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിൽ അത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പം അവൻ ആരാ? ശരിക്കും ഒരു അടിമയെ പോലെ ആരാ ഈ കുട്ടി, ഈ ശിശുവായിരിക്കുന്നിടത്തോളം. അതുകൊണ്ടാണ് ഈ പാഠങ്ങളെല്ലാം കറക്റ്റായിട്ട് പഠിക്കണം, ഈ വാല്യൂസ് എല്ലാം പഠിക്കണം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് അനുസരിക്കണം. അപ്പൊ 2 രീതിയിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി. ഒന്ന് ഈ ജയിലിൽ നിന്നുള്ള ആ തടവിൽ നിന്നുള്ള മോചനം, 2 ഈ ഹാഷ് ഡിസിപ്ലിനിൽ നിന്നുള്ള ആ ശിക്ഷകനിൽ നിന്നുള്ള മോചനം. ഇത് രണ്ടും കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ വാക്യം മറക്കരുത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽക്കണം. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: വിശ്വാസം വന്ന ശേഷമോ ഇനി നാം ശിശുപാലകന്റെ കീഴിലല്ല. ഇനി there is no room for that law. നമ്മുടെ പിന്നെ ഈ ഫെയ്ത്ത് എന്ന പ്രിൻസിപ്പിൾ ഓപ്പറേറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിന് നമുക്കിടെ മേൽ യാതൊരു തരത്തിലുള്ള സ്വാധീനമില്ല, യാതൊരു തരത്തിലുള്ള കർത്തൃത്വമില്ല. ഇതായിരുന്നു യൂദായിസക്കാരുടെ അവരുമായിട്ടുള്ള ഏറ്റവും വലിയ തർക്കം. അവർ പറയുന്നത് നമുക്കിത് രണ്ടും നമ്മുടെ മേൽ കർത്തൃത്വം നടത്തി പൊക്കോട്ടെ, കർത്താവും കർത്തൃത്വം നടത്തിക്കോട്ടെ, പിന്നെ ന്യായപ്രമാണം കർത്തൃത്വം നടത്തിക്കോട്ടെ. പറ്റത്തില്ല, രണ്ടും കൂടെ ഒരുപോലെ നടത്താനായിട്ട് പറ്റില്ല. 2 യജമാനന്മാരെ ഒരിക്കലും സേവിക്കാനായിട്ട് ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദ ഫങ്ഷൻ ഓഫ് ദി ലോ ഈസ് പ്യുവർലി പ്രിപ്പറേറ്ററി. അത് എന്തിൻ്റെ ആയിരുന്നു? ഒരു ഒരുക്കത്തിൻ്റെ, അതൊരു മുന്നൊരുക്കത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അവിടെ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ന്യായപ്രമാണത്തെ ബഹുമാനിക്കേണ്ടവരാണ്. ആണോ? ന്യായപ്രമാണത്തെ ആചരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ന്യായപ്രമാണം ദൈവിക വാഗ്ദത്തങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. അതിന് യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നിയമ വിശ്വാസി ന്യായപ്രമാണത്തെ തീർച്ചയായിട്ടും ബഹുമാനിക്കണം. ഒന്ന്, ഇറ്റ് ഈസ് അതിൻ്റെ രക്ഷാപദ്ധതിയിൽ അതിൻ്റെ സ്ഥാനം അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. രക്ഷയിലേക്ക് മനുഷ്യനെ ഒരുക്കുവാനായിട്ട്, പാപത്തെക്കുറിച്ചുള്ള ബോധം നൽകുവാനായിട്ട് ന്യായപ്രമാണത്തിന് സാധിച്ചു. മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അത് മനുഷ്യന് വ്യക്തമാക്കി കൊടുക്കാൻ ഏറ്റവും പ്രയോജനപ്പെട്ടത് എന്താണെന്നറിയോ? ന്യായപ്രമാണം. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തെ മനുഷ്യന് വ്യക്തമാക്കി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവത്തെ യേശു കർത്താവിന്റെ വരവിന് മുമ്പ് ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഈ പിന്നെ ന്യായപ്രമാണത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 24-ാം വാക്യം പറയുന്നത് എന്താണ്? നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ന്യായപ്രമാണത്തിലല്ല നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താലാണ്
നീതീകരിക്കപ്പെടുന്നു. എന്നാൽ അതേ അധ്യായം അല്ലെ അടുത്ത വാക്യം പറയുകയാണ്, എന്താണ്? ഇനി നമ്മൾ ന്യായപ്രമാണത്തിന്റെ കർത്തൃത്വത്തിന്റെ ആ ശിശുപാലകന്റെ കീഴിലല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ ആണെങ്കിൽ, 25-ാം വാക്യം പറയാണ്, നീതീകരിക്കപ്പെട്ട ഒരാൾക്ക് ന്യായപ്രമാണം നമ്മുടെ ജീവിത പ്രമാണം അല്ല എന്നുള്ളത് നിശ്ചയമായിട്ടും ഉറപ്പാണ്. നമ്മുടെ ജീവിത പ്രമാണം ന്യായപ്രമാണം അല്ല. ഈ പിന്നെ യഹൂദമതക്കാർ പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിത പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ന്യായപ്രമാണം. യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചു, പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണം. അങ്ങനെയാണ് രക്ഷ പൂർണ്ണമാകുന്നത്. ഇതിനെയാണ് പൗലോസ് ഖണ്ഡിച്ചത്, ഇതിനെയാണ് പൗലോസ് ചോദ്യം ചെയ്തത്. ഇതാണ് തെറ്റെന്ന് പൗലോസ് പറഞ്ഞ ഈ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് സംബോധന ചെയ്ത് അവരെ തിരുത്തുവാനായിട്ട് ശ്രമിച്ചത്. അല്ലാതെ ന്യായപ്രമാണം അതിനെ കുറച്ച് കാണിക്കുവാനായിട്ടോ അല്ലെ അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന അല്ല ഒരു അബദ്ധം പറ്റി കുറച്ചു കാലത്തിന് അങ്ങനെ ഒന്നുമല്ല. ന്യായപ്രമാണം ദൈവവാഗ്ദത്തത്തിലെ പ്രത്യേകമായ സ്ഥാനം അതിനുണ്ട്. അത് ദൈവത്തിന്റെ പർപ്പസ് തന്നെ ആയിരുന്നു. ശിശുപാലകനായിട്ട് നമ്മളെ തെറ്റ് ബോധിപ്പിക്കുന്നതിനായിട്ട് ആ പ്രത്യേക ജനത്തെ അടച്ചു സൂക്ഷിച്ച് അവരുടെ ജീവിത രീതി ക്രമീകരിക്കുന്നതിനൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കരുതൽ തടങ്കലിൽ വെക്കുന്നതിനൊക്കെ ന്യായപ്രമാണം ഉപകാരപ്പെട്ടു. മാത്രമല്ല ഏറ്റവും വലിയ പ്രയോജനം കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുവാൻ അല്ലെ പിന്നെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ന്യായപ്രമാണത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ന്യായപ്രമാണം ബഹുമാനിക്കപ്പെടണം. എന്നാൽ ന്യായപ്രമാണത്താലല്ല രക്ഷ വരുന്ന, ന്യായപ്രമാണത്താലല്ല മനുഷ്യൻ നീതിയിരിക്കപ്പെടുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആ ന്യായപ്രമാണത്തിന്റെ പിന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ രക്ഷ നൽകുക എന്നുള്ളതായിരുന്നില്ല, കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ലോകത്തെ ഒരുക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് ആ നിലയിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയായി തീർന്നു എന്നുള്ളത് മാത്രമല്ല, വിശ്വാസത്താൽ നീതിയിരിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് എത്രയോ വലിയ സന്തോഷമാണ്. അതിന് നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംശയിച്ചിടേണ്ട നമ്മൾ ദൈവം